ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആം ബറോസ് ഡിഗാമ തമ്പുരാന്റെ നിധി കാക്കുന്ന ഭൂതം ഇന്നലെ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തു. നമ്മൾ സിനിമ കണ്ടു. നമ്മൾ സിനിമയുടെ റെസ്പോൺസ് എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ റിവ്യൂ, അതായത് ഞാൻ സിനിമ കണ്ടിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇന്നലെ ഷെയർ ചെയ്തു. അത് കണ്ടിട്ട് ചില വേട്ടാവളിയന്മാർ, അതായത് ലാലേട്ടന്റെ ചില വൃത്തികെട്ട ഊള ഫാൻസുകാർ വന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ചു. ആ തെറി വിളിച്ചവരോട് പറയാനുള്ളത്, നട്ടലുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് തെറി വിളിക്കുക, അതാണ് കുറച്ചുകൂടെ ആണത്തം എന്നുള്ളത്. എന്തായാലും പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷെ വളരെ ഡീസെന്റ് ആയിട്ടാണ് നമ്മൾ ആ സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂ പറഞ്ഞത്. പക്ഷേ നമ്മുടെ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന അവൻ ഈ സിനിമയെ, അല്ലെങ്കിൽ ബറോസ് എന്ന് പറയുന്ന സിനിമയെ എടുത്തിട്ട് ഊക്കുന്ന തരത്തിലാണ് റിവ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു തരത്തിൽ അശ്വന്ത് ഗോക്ക് ഈ മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണ്. പക്ഷെ അവർക്ക് പോലും ഈ സിനിമ ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് നമ്മളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്നത് അത് ഊളത്തരമല്ലേ? അതെന്തായാലും വിളിച്ചതുകൊണ്ടൊന്നും കുഴപ്പമില്ല, കാരണം നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ സംസ്കാരമാണ് എന്ന് മാത്രമേ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ബാറോസ് സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ബാറോസ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാണ്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ ആകുമ്പോഴത്തേക്ക് പൈസയും കൊടുത്തിട്ട് തിയേറ്ററിലേക്ക് കുട്ടികളെ മാത്രം വിടാൻ പറ്റത്തില്ലല്ലോ. കൂടെ എന്തായാലും വലിയവരും പോകണം. അപ്പൊ കുട്ടികളകത്ത് കയറ്റിട്ട് അല്ലെങ്കിൽ വലിയവർ വെളിയിരിക്കണം. ഇതാണ് ഇവർ ഉദ്ദേശിച്ചത് എന്നുള്ള അറിയില്ല. എന്താണ് നമ്മുടെ ലാലേട്ടന് നല്ല രീതിയിൽ ആരൊക്കെയോ മൂപ്പിച്ചു കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സിനിമ എടുക്കാനായിട്ടുള്ള പ്രചോദനം കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സിനിമ തുടങ്ങി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിയേറ്ററിൽ നിന്ന് ഉറങ്ങിപ്പോയി. അതോടൊപ്പം തന്നെ എൻ്റെ അടുത്തിരുന്നാളെ ഞാൻ പെട്ടെന്ന് ചാടി എണ്ണിട്ടിട്ട് അടുത്തിരുന്നാളെ നോക്കുമ്പോഴത്തേക്ക് പുള്ളിയും ഇരുന്ന് ഉറങ്ങുക. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പിന്നീട് ഈ സിനിമയുടെ റിവ്യൂ പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉറക്കം വന്നിട്ട് പോലും ഉറങ്ങാതെ നമ്മൾ ഇങ്ങനെ ഇരുന്നു. പക്ഷെ ആ സിനിമ റിവ്യൂ ഞാൻ വലിയ രീതിയിലുള്ള ഇതൊന്നും ചെയ്തില്ല. പക്ഷെ ഈ അശ്വന്ത് ഗോക്ക് ഈ സിനിമ, അല്ലെങ്കിൽ ബറോസ് എന്ന് പറഞ്ഞ സിനിമയെ എടുത്തിട്ട് ഊക്കി അലക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കാണാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസുകാരോട് പറയാനുള്ളത്, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതും കൂടെ ഒന്ന് പറയണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക് ബെരേഷ്. ഞാൻ ബെരേഷ്. മലയാളത്തിൻ്റെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ്. ബറോസ് എന്ന് പറയുന്ന സിനിമ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് എന്ന നിലയ്ക്കാണ് ഈയിടെയായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. 3D ആണ്, ലൈവ് ആക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് കുട്ടികളാണ്. കുട്ടികളും കുട്ടികളെ കൊണ്ടുവരുന്ന കുടുംബങ്ങളും. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര അസഹനീയമായിരുന്നു. ഉറപ്പിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ 35 മിനിറ്റുള്ളൊരു സിനിമ കണ്ടു തീർക്കാൻ പെട്ട പാട്. അതായത് സിനിമ ആരംഭിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇത് എന്തുവായി കാണിക്കുന്നത് എന്നുള്ളൊരവസ്ഥ. ഇത് ലാലേട്ടൻ മേക്ക് ചെയ്തിരിക്കുന്ന പരിപാടികളൊക്കെ മൊത്തത്തിലൊരു ഒരു തനി നാടക സെറ്റപ്പ്. ഇതിൻ്റെ സ്റ്റേജിങ്, ഇതിലേക്ക് ഇതിൻ്റെ കഥാപാത്രങ്ങളുടെ എൻട്രി, എക്സിറ്റ്, മൊത്തത്തിൽ ഡയലോഗ് ഡെലിവറി, ഒന്ന് തുമ്മുന്നത് പോലും, നോക്കുന്നത്, പിന്നെ വളരെ അമേച്ചറിഷ് ആയിട്ടുള്ള പെർഫോമൻസസ്. ലാലേട്ടൻ ഒഴികെ, പിന്നെ നമ്മുടെ മിന്നൽ ഷിബു ഒഴികെ ബാക്കി എല്ലാവരും തന്നെ. പിന്നെ ഡബ്ബിംഗ് ഒക്കെ ശ്വേതാമേനൊക്കെ, മലയാളം വരെയൊക്കെ അറിയാത്ത ശ്വേതാമേനൊക്കെ മലയാളത്തിൽ ഡബ് ചെയ്തേക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ 3Dയിൽ അത്യാവശ്യം നല്ല രീതിക്ക് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സന്തോഷ് ശിവനാണ് DOP. പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ TK രാജീവ്കുമാർ എന്തിന് എന്ന് മനസ്സിലായിട്ടില്ല. അത്യാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ എന്ന നിലയ്ക്ക്, അതിനിപ്പോൾ കുട്ടികളെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, വലിയവരുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇനിയിപ്പോൾ ഏലിയൻസിനുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എനിക്ക് പേഴ്സണലി ഇത് അസഹനീയം പല സ്ഥലത്തും ടോർച്ചറിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഭയങ്കര ഉറപ്പിക്കൽ. സിനിമ ആരംഭിക്കുന്നത് കുറേ 1600 കണ്ട് 10-400 വർഷം മുമ്പ്. ഡിഗാമ തമ്പുരാന്റെ ബറോസ്, കാവലാൾ, ഭൂതം നിധി കാക്കും പോലെ ഡിഗാ തമ്പുരാൻ്റെ ഇത് ഇങ്ങനെ നിധി കാക്കുന്ന, സ്വർണം, മറ്റേ രത്നം, ഇതൊക്കെ കാക്കുന്ന ഒരു ആളാണ് ബറോസ്. അങ്ങനെ അവിടെ നിന്ന് കഥ തുടങ്ങി. പിന്നെ ഒരു അതിലും വെറുപ്പിക്കലായിട്ടുള്ള സാധനം വുഡോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ജീവി, അതിനെ ചെയ്തെടുത്തൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഒരുമാതിരി ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഡബിങ്. അങ്ങനെ ഈ ബൂട്ടോ എന്ന് പറഞ്ഞ സാധനം എന്തൊരു വെറുപ്പിക്കില്ല. നടേശ കൊല്ലണ്ടെന്നൊക്കെ പറയുമ്പോഴൊക്കെ പറയുന്നുണ്ട്. ഫൈറ്റൊക്കെ ഏതോ തായ്ലാൻഡിൽ നിന്നോ ഏതോ ആളെ കൊണ്ടൊന്ന് ഫൈറ്റ് ടൈപ്പിൻസ് എഴുതി കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ തന്നെ ചെയ്തതാണ്. വെറുതെ അങ്ങോട്ടും കൊണ്ട് ചാടി പറയുന്നത്. പിന്നെ ഇതിൽ മറ്റേ സിനിമ ഓടാനീളം ഒരു ചത്തവൻ DCG പോലെ ഇങ്ങനെ കിടക്കും. ഒരു മൊമെൻറ്റോ ഇല്ല, ഒരു ഹൈ ഇല്ല, ഒരു തരത്തിൽ. അതായത് ജോൺറയുടെ നീതി കൊടുത്തണ്ടേ. ഇപ്പോൾ കുട്ടികളെ സിനിമ പറഞ്ഞിട്ട് ഇത് കുട്ടികളെ മാത്രം അങ്ങനെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റും, കുട്ടികൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? കൂടെ ഇരിക്കുന്ന ആളുകൾക്കും സഹിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. സോങ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ലാലേട്ടൻ പാടിയ സോങ്ങൊക്കെ ഉണ്ട്. പിന്നെ മന്നമ്മീ എന്നു പറഞ്ഞൊരു സോങ് ഉണ്ട്. ഇതെന്തുവാ ഇത്? മന്നമ്മീ ഇത് മാനവൻ പോയി മര്യാദൻ പോയി പറഞ്ഞ അവസ്ഥയായിട്ട് കുറേ സോങ് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇസബെല്ല ഇങ്ങനെ എന്തൊക്കെയോ സോങ്. ഇദ്ദേഹം 2 കൈ കൊണ്ട് ഒരേ സമയം പിയാനോ വായിക്കുന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ റെക്കോർഡ് കിട്ടിയുള്ള ആളാണ്. പക്ഷേ ഈ പടത്തിലേക്ക് വന്ന സമയത്ത് ഒന്നാമത് ലാലേട്ടനെ കൊണ്ട് പാടിപ്പിച്ചത് ഇത് ആരെങ്കിലും സ്ക്രൂ ആറ്റി വിടുന്നു ഉറപ്പാണ്.
ഞാനട്ടാ പഠിക്കുക എന്ന് പറഞ്ഞാൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ പോയി കണ്ട് ആ യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നുള്ള പ്രതീക്ഷയെ അങ്ങനെ തന്നെ കാത്ത് സംരക്ഷിച്ചിട്ടുള്ള ഒരു സിനിമ. അതാണ് ഞാൻ ബരോഷ്. മറ്റേ മലയെക്കോട്ട് ഇറങ്ങിയ സമയത്ത് മുത്തശ്ശി കഥ പറഞ്ഞപ്പം ഇത് പഴങ്കഥയാണ്, മറ്റേ ആഫ്രിക്കൻ എന്താ ഫോക്ടെയിലാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായി കഴിഞ്ഞാലും പേഴ്സണലി അൺബെയറബിൾ ഊരാൻ പറ്റിയിട്ടില്ല. തീർന്നിട്ട് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ലാലേട്ടൻ ഫാൻസ് ആയിട്ടുള്ള അശ്വന്ത് കോക്കാണ് ഈ ഒരു റിവ്യൂ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ റിവ്യൂ കേട്ടിട്ട് ഈ പറയുന്ന വേട്ടാവളിയന്മാർ എന്ത് പറയും? സത്യത്തിൽ സിനിമാ ജീവിതത്തിൽ, അതായത് ലാലേട്ടന്റെ 45 വർഷത്തെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ആദ്യത്തെ സംരംഭമാണ് ഈ പറയുന്ന ബാറോസ് എന്ന സിനിമ. അത് അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്തു. ആദ്യമായിട്ട് 3D-യിലാണ് അദ്ദേഹം ഈ സിനിമ ഇറക്കിയത്. സത്യത്തിൽ എന്തെങ്കിലും ഒരു എൻഗേജിങ് ഈ ഇരിക്കുന്ന പ്രേക്ഷകർക്ക്, അല്ലെങ്കിൽ ഒരു സീൻ കണ്ടിട്ട് അടുത്തൊരു സീൻ കാണാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഈ സിനിമയ്ക്കകത്തുണ്ടോ എന്ന് സത്യസന്ധമായിട്ട് ഈ പറയുന്ന ഫാൻസുകാർ പോലും പറഞ്ഞില്ല. കാരണം ഇന്നലെ ഞാൻ ഈ സിനിമയുടെ റെസ്പോൺസ് എടുക്കുമ്പോൾ ഫാൻസുകാരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് വന്നിട്ട് ഈ തള്ളി മറിക്കുന്ന ചില ഊളകളുണ്ട്. അതായത് എന്ത് കാണിച്ചാലും ഞങ്ങൾ അങ്ങോട്ട് തള്ളും. ഇനിയിപ്പം 50 കോടി 100 കോടി ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ മലയാളത്തിന്റെ ഏറ്റവും വലിയ ഹിറ്റാകുന്ന സിനിമ ചിലപ്പോൾ ബാറോസ് ആയേക്കാം. അത് സ്വാഭാവികം, അതാരും തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഇവന്മാരുടെ സ്ഥിരം പല്ലവിയാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കുക. എന്തായാലും ബാറോസ് എന്ന സിനിമ കുട്ടികൾ കണ്ടിട്ട് പോലും ആ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ വരെ തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി എന്നുള്ള ഒരുപാട് പബ്ലിക് റെസ്പോൺസുകൾ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും നല്ല സിനിമയെ ഒരിക്കലും ഒരാളും മോശം പറയില്ല. അങ്ങനെ ഒരു നല്ല സിനിമയെ മോശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസ് വന്ന് നമ്മളെ തെറി വിളിക്കും. അത് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥന്. പക്ഷെ എന്താണ് ഈ സിനിമയ്ക്കകത്തുള്ളത്, അല്ലെങ്കിൽ എന്താണ് ലാലേട്ടൻ നമുക്ക് ഈ സിനിമയ്ക്കകത്ത് തന്നത്? അപ്പൊ എന്തായാലും നമ്മൾ റിവ്യൂ കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാരും റിവ്യൂ ഏകദേശം ഈ സിനിമയെ കുറിച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ ഇറക്കിയ ഇതുപോലെ തെറി വിളിച്ചു വരുന്നവര് സിനിമ എന്താണെന്ന് മനസ്സിലാക്കുക. പബ്ലിക്, അത് ഓഡിയൻസിന് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഇപ്പൊ കങ്കുവ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ പുഷ്പ 2 കേരളത്തിൽ എന്തായിരുന്നു അതിന്റെ അവസ്ഥ? അപ്പൊ ഇതൊക്കെ തന്നെയാണ് സിനിമ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ സിനിമ നന്നായി, സിനിമ നല്ല പുതുമ ഉണ്ട്, ആൾക്കാർക്ക് എൻഗേജിങ് ആണെങ്കിൽ ഒരാളും ഒരു സിനിമയെ കുറിച്ചിട്ടും നെഗറ്റീവ് പറയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പൊ ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അശ്വന്ത് കോക്ക് പറഞ്ഞതിന്റെ അഭിപ്രായം നിങ്ങൾ കേട്ടു. അപ്പൊ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും